ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് കിളിയൊക്കെ പോയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതും അതിൻ്റെ കുറച്ച് ഗ്ലിംസസുമാണ് ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലത്തെ ഉറക്കപ്പിച്ചിലായതുകൊണ്ടാണ് ആ ഒരു ചത്ത വൈബ്. പക്ഷെ ഫുഡൊക്കെ എടുത്ത് ഒന്ന് സെറ്റായിരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ആ ഒരു ഉറക്കപ്പിച്ചൊക്കെ മാറി നല്ലൊരു വൈബിലോട്ട് പോയി. ഇഡ്ഡലി, സാമ്പാർ, പിന്നെ നല്ല അപ്പം, ചിക്കൻ സ്റ്റ്യൂ, ദെൻ ക്രൊസോൺസ്, ഡോണറ്റ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് എടുത്ത് ടേബിൾ ഇങ്ങനെ നിറച്ച് വെക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ. ഒന്നും വിട്ടില്ല, എല്ലാം നേരത്തെ പിടിച്ച് ട്രൈ ചെയ്തു ഓരോന്ന് വീതം. ആൻഡ് ദോശയും ചമ്മന്തിയും വാസ് ലൈക്ക് സൂപ്പർബ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാമ്പാർ തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഫ്ലോപ്പായി പോകുന്നു, പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ ആ വാട്ടർമെലൺ ജ്യൂസ് ആൻഡ് ഒട്ടും പറയാതിരിക്കാൻ പറ്റാത്ത സാധനം, ദാറ്റ് ഫിൽറ്റർ കോഫി വാസ് സോ അമേസിങ്. ദെൻ ആസ് യൂഷ്വൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കലായിരുന്നു നമ്മുടെ മെയിൻ പണി. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ടേബിൾ ആൻഡ് ദ വ്യൂ വാസ് സോ ഗുഡ്. ഞാൻ പറഞ്ഞതുപോലെ ആ പൂളിൻ്റെ അപ്പുറത്ത് ഫുള്ള് കായലൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് പ്രോപ്പർട്ടി എക്സ്പ്ലോർ ചെയ്യാൻ വീണ്ടും ഇറങ്ങി. നേരത്തെ നമ്മൾ നൈറ്റാണ് കണ്ടത്, ഇപ്പോൾ പകൽ വ്യൂ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പിള്ളേർക്കുള്ള പ്ലേ ഏരിയ ആണ് ഇതൊക്കെ. ഇൻസൈഡും ഉണ്ട്, ഔട്ട് സൈഡും ഉണ്ട്. ഇൻസൈഡ് ഞങ്ങൾ ജസ്റ്റ് കയറിയപ്പോൾ അവിടെ ഓൾറെഡി കുട്ടികളൊക്കെ കളിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ പുറത്തുള്ള ഏരിയ ആണ് ഇതൊക്കെ. നല്ല ഗാർഡൻ ആൻഡ് എവറിത്തിങ് വാസ് ദെയർ. ആൻഡ് ആസ് യൂഷ്വൽ ഞാൻ എവിടെ ചെന്നാലും ഇത് സ്പോട്ട് ചെയ്യാതിരിക്കത്തില്ല. മൈ ഫേവറേറ്റ് എയർപ്ലെയിൻസ് were there. അതൊക്കെ നോക്കി നിന്നു. ആൻഡ് കായലൊക്കെ നോക്കി നിന്നു. അവിടെ തന്നെയാണ് ഇവരുടെ ഹൗസ് ബോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് വന്നു, പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് വി ജസ്റ്റ് ചെക്ക്ഡ് ഔട്ട് ഫ്രം ദ റൂം. മൊത്തത്തിൽ കൊച്ചി വാസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.